ഒരു കാലഘട്ടം. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നതിലുപരി ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വിശ്വാസി എന്ന് പറയാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്റെ ജീവിതത്തില് എന്റെ മകന്റെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ ആലോചിച്ചുറപ്പിച്ച ഒരു ബന്ധം. പെൺകുട്ടി നേഴ്സായിരുന്നു. അവർക്കിടയിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചു. 2.5 വയസ്സായപ്പോൾ ആ പെൺകുട്ടി ജോലിക്ക് വിദേശത്ത് പോകാനിടയായി. മകനും വിദേശത്തായിരുന്നു. കുറെ കഴിഞ്ഞിങ്ങി വന്നു കുഞ്ഞുമായിട്ട്. ഇടയ്ക്ക് അവരുടെ വീട്ടിൽ ആക്കി കുഞ്ഞിനെ. അത് കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് ഇവിടെ വന്നു. ഞങ്ങൾ സന്തോഷത്തിൽ ജീവിച്ചു പോരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മലങ്കര കത്തോലിക്ക സഭയിലെ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് മാതാവിന്റെ വണക്കമാസമാണ്. ആ വണക്കമാസം ആചരിക്കുന്ന ആ ജപമാല, അത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എന്തൊക്കെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു അതൊക്കെ സാധിച്ചു കിട്ടുമെന്ന് ഞാൻ 30 വർഷക്കാലം ഞാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷെ ആ പ്രാർത്ഥനകൾക്കോ നൊവേനകൾക്കോ ഞാൻ അർപ്പിച്ച നേർച്ച കാഴ്ചകൾക്കോ ഒന്നിനും പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല എന്ന എന്റെ ജീവിതം എന്നെ പഠിപ്പിക്കാനിടയായി. സത്യദൈവത്തെ അറിയാൻ വൈകിപ്പോയി എന്നുള്ളതാണ്. ദൈവത്തിന് മുൻതൂക്കം കൊടുക്കാതെ മറ്റ് മതപരമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് അതായിരുന്നു വിശ്വാസമെന്ന് കരുതി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തില്. അങ്ങനെ ഇരിക്കും എന്റെ ജീവിതത്തില് ഒരു ശൂന്യത അനുഭവപ്പെട്ടിരുന്ന ആ കാലഘട്ടം. എങ്കിലും ഇതാണ് ജീവിതം എന്ന് കരുതി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മകൻ ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നു. അപ്പോൾ ഒക്ടോബർ മാസം 2023 ഒക്ടോബർ മാസം 14-ാം തീയതി സന്ധ്യയ്ക്ക് ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞു. എന്റെ ഭർത്താവ് ജോസ്കോ ഹോസ്പിറ്റലിൽ ജോലി, അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞു. എഴുന്നേറ്റ് എന്റെ മകൻ എന്നോട് ചോദിച്ചു, അമ്മേ നമ്മൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താ നമുക്ക് ഇങ്ങനെ? അപ്പൊ എന്റെ കുഞ്ഞിനൊരു വചനം, ഒരു ആശ്വാസ വാക്ക് പോലും അവനോട് പറയാതെ ഞാൻ കുറച്ചു നേരം അവന്റെ മുഖത്തോട്ട് നോക്കി വെച്ച് ഞാൻ പറഞ്ഞു, മോനെ ഈ 31 വരെ എന്റെ മോനൊന്ന് ക്ഷമിക്ക്. അമ്മ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമല്ലേ, മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും, നമ്മുടെ കാര്യങ്ങളെ നീ വിഷമിക്കാതെ എല്ലാം മാതാവ് നേടിത്തരും. അങ്ങനെ പറഞ്ഞു. ഒന്നും വിട്ടിയില്ല. എന്റെ കുഞ്ഞ് മുറിക്കകത്ത് കയറിപ്പോയി. അത് കഴിഞ്ഞ് അന്ന് എന്റെ തിങ്കളാഴ്ചത്തേക്കുള്ള ഹോംവർക്ക് വരെ എന്റെ കുഞ്ഞിന് LKG പഠിക്കുന്നു. അപ്പൊ അതുവരെ ജോലി ഒതുക്കി വെച്ചു. കാരണം പിറ്റേ ദിവസം ഞായറാഴ്ചയാണല്ലോ. അപ്പനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. സന്തോഷമായിട്ടിരിക്കാൻ കിട്ടുന്ന ഒരാഴ്ചത്തെ ആ ദിവസത്തിന് വേണ്ടി രാവിലെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മോനോട് ചോദിച്ചു, മോനെ നാളെ പള്ളിയിൽ പോകണ്ടേ? അപ്പം മോൻ പറഞ്ഞു, അമ്മ പോയിട്ട് വാ, കാരണം രാത്രിയിൽ ഇവർക്ക് ഉറക്കമില്ല, ഫോണിൽ കൂടെ ഉള്ള സംഭാഷണങ്ങളും. പക്ഷെ എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിലെ വിവാഹശേഷം അന്ന് മുതൽ അവന്റെ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അറിയാൻ വൈകി. പിന്നീട് എന്റെ മകൻ തന്നെ എന്നോട് പറയാനിടയായി, ഞങ്ങളോട് അപ്പനോടും പറയാനിടയായി. പക്ഷെ അത് ഞങ്ങൾക്കായിട്ട് പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലെത്തി. എന്നാൽ ഞങ്ങൾ ഇടപെടട്ടെ എന്ന് ആവശ്യപ്പെട്ടപ്പം അവൻ അനുവദിച്ചുമില്ല. അപ്പൊ ഇവര് തന്നെ ഇടപെട്ടിട്ട് അത് ഇവര് തന്നെ പരിഹരിക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാൻ രാവിലെ ഞാൻ ചോദിച്ചു, മോനെ പള്ളിയിൽ പോണ്ടേ? അമ്മ പോയിട്ട് വന്ന് പറഞ്ഞു. വെളുപ്പിനെ എഴുന്നേറ്റ് ജോലികളെല്ലാം ഒതുക്കി കുഞ്ഞ് എഴുന്നേറ്റ ഉടനെ അവർക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. വീട് കതവ് തുറന്ന് ശബ്ദം ഉണ്ടാക്കാതെ. അപ്പൊ ഈ അവധിയുള്ള ദിവസം ആകുമ്പോ അപ്പനും മോനും കുറേ നേരം കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ട്. അപ്പം ഉണർത്തുന്നത് ഇഷ്ടമല്ല. തന്നെ എഴുന്നേറ്റ് വരട്ടെന്ന് കരുതി അപ്പനും വിളിച്ചില്ല. കാരണം വിളിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുണർന്നാൽ കൂടെ വരും. എന്നെ വിളിച്ചോണ്ട് വരണമല്ല. ആ ഒരു ധൃതിയില് വിളിക്കാനായിട്ട് വന്നു. അപ്പൊ കണ്ടപ്പോ ഞാൻ മുമ്പേ ചോദിച്ച, കുഞ്ഞുങ്ങൾ ഉണർന്നല്ലേ? ഇല്ല, ഉണർന്നില്ല, അവർ ഉറക്കമാന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് കയറി കുഞ്ഞിനെ വിളിക്കുന്നു. കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. കതവ് തുറന്നു ലൈറ്റ് ഇട്ട് നോക്കി. ലോകത്തുനിന്ന് എന്റെ കുഞ്ഞുങ്ങൾ 2 പേര് യാത്രയായിരിക്കുന്നു. കാരണം അവനെ വേണ്ട എന്ന് അവൾ വെച്ചു. കുഞ്ഞിനെ മാത്രം മതി. കുഞ്ഞിനെ പിരിയാൻ പറ്റാത്ത ഒരു അവസ്ഥ. അത്രമാത്രം അവന് ആ കുഞ്ഞിനോട് ജീവനായിരുന്നു. ഞങ്ങൾക്കെല്ലാം അങ്ങനെ തന്നെ സ്നേഹിച്ചും ലാളിച്ചും കൊഞ്ചിച്ചും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവെച്ച് ജീവിച്ചിരുന്ന ഒരു കുടുംബം. അത് എന്നെ വല്ലാതെ ഞങ്ങളെ തളർത്തി. അയലുകാരും നാട്ടുകാരും ഒക്കെ ഓടിയെത്തി. ഒരു ഭ്രാന്തിയെ പോലെ ആ ഒരു കാഴ്ച കണ്ട ആ ഒരു ഷോക്കിൽ എനിക്ക് പിന്നെ ജീവിക്കണമെന്നില്ല. എന്റെ കുഞ്ഞുങ്ങളില്ലാത്ത ഈ ലോകത്തിൽ ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് ഞാനും തീരുമാനിച്ചു.
അങ്ങനെ ഇരിക്കുമ്പോൾ ആരൊക്കെയോ എന്നെ പിടിച്ചു അവര് ഒതുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എങ്ങനെയോ അവരിൽ നിന്ന് കുതറി ഞാൻ എൻ്റെ മുറിയിലെല്ലാം ഫോട്ടോസ്, ഹാളിലൊക്കെ ഫോട്ടോസ് ഇരിക്കുന്നു. യേശുവിൻ്റെ, മാതാവിൻ്റെ, പുണ്യാന്മാരുടെ ഒക്കെ ഫോട്ടോ ഇരിക്കുന്നു. ഒരു കണ്ണാലെ ഞാൻ യേശുവിൻ്റെ ഫോട്ടോ കണ്ടു. ഇല്ല, ഇനി ഞാൻ നിന്നെ വിളിക്കത്തില്ല, നീ ദൈവമല്ല, എനിക്കിനി നിന്നെ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ കുഞ്ഞുങ്ങളുടെ അടക്കമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പള്ളിയിൽ പോകും. പള്ളിയിൽ പോകുന്ന എന്തിനാന്ന് വെച്ചാൽ വിശ്വാസം ഉണ്ടായിട്ടില്ല. അതിൽ പിന്നെ ബൈബിൾ എടുക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, ഒന്നും ചെയ്യത്തില്ല. അച്ഛമ്മ പുരോഹിതന്മാരൊക്കെ വരുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാവരും കടന്നു വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ മൗനമായിരിക്കും. കല്ലറയിൽ ചെന്ന് അവർക്ക് തിരി കത്തിക്കാൻ വേണ്ടി അവരോട് സംസാരിക്കും. മക്കളെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനും ഉണ്ട്, അമ്മയും വരുന്നുണ്ട്, എനിക്കിനി ജീവിക്കണ്ട, നിങ്ങളില്ലാത്ത ആ വീട്ടിൽ ഇനി എനിക്ക് ജീവിക്കണ്ട. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവൻ ഇതെല്ലാം കേട്ടുള്ളിൽ ആ വേദന ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരുന്നു. അതൊന്നും ഞാൻ ആരെയും ശ്രദ്ധിക്കുന്നില്ല. കാരണം എനിക്ക് എൻ്റെ കാര്യം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവനെ ആ ജോലി പോലും ഉപേക്ഷിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാതെയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഭവനത്തിൻ്റെ പരിസരത്തായിട്ട് കുറെ സ്ത്രീകളുടെ പ്രാർത്ഥന, കുറെ സഹോദരിമാരുടെ പ്രാർത്ഥനയാണെന്ന് എനിക്ക് തിരിയുന്നില്ല. പക്ഷെ എന്തോ ഞാനതൊന്ന് ശ്രദ്ധിക്കാനിടയെ പ്രാർത്ഥനയോ പാട്ടോ ഒക്കെ എൻ്റെ ചെവി കേൾക്കുന്ന പോലെ. അങ്ങനെ ഞാൻ ഒരു സഹോദരിയുടെ സഹായത്തോടെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് 2 സഹോദരിമാരെ കണ്ടുമുട്ടുവാനിടയായി. അവരെന്നെ കടന്നു വന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുക, സംസാരിക്കുക. എന്നോട് ചോദിച്ചു, ആൻറ്റി വീട്ടിലൊന്ന് വന്ന് പ്രാർത്ഥിച്ചോട്ടെ. ആര് വന്നിരുന്നാലും എന്താ പ്രാർത്ഥിക്കൊടുക്കുക, എന്തെങ്കിലും ചെയ്യട്ടോ, ശരി. അപ്പം ഞാൻ ഇനി എന്തിന് പ്രാർത്ഥിക്കണം? എങ്കിലും അവരെ നിരാശപ്പെടുത്തില്ല, ആരെയും ഞാൻ വിലക്കിയിട്ടില്ല. പെന്തക്കോസുകാരൊന്നും അല്ല, മറ്റുള്ളവരൊന്നും ഒന്നും ഞാൻ വിലക്കിയിട്ടില്ല. എൻ്റെ വീട്ടിൽ പലരും വിലക്കിയിട്ടുണ്ട്. ഇന്നാരെ വീടുകളിൽ കയറ്റരുത്, പ്രാർത്ഥിക്കരുത്, സഭ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ഞാൻ അവരോട് വന്നോ പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു, വചനങ്ങൾ പറയാൻ തുടങ്ങി. പല ദൈവദാസന്മാരും, അതിലൊരു കുടുംബം ഇവിടെ ഇരിപ്പുണ്ട്. പലരിപ്പോഴും കടന്നു വരുവാൻ തുടങ്ങി. പാറയെ തോർക്കുന്ന കൂടം പോലെ, ചുറ്റക പോലുള്ള തിരുവചനങ്ങൾ എൻ്റെ ഹൃദയത്തെ കീറി മുറിക്കാൻ തുടങ്ങി. എൻ്റെ വചനങ്ങൾ പലയാവർത്തി കേട്ടു. കൂട്ടായ്മകൾക്കൊക്കെ അവർ വിളിച്ചു. എൻ്റെ ആത്മഹത്യ എന്ന പ്രവണതയിൽ നിന്ന് എൻ്റെ മനസ്സും ശരീരവും ശാന്തമാകാൻ തുടങ്ങി. ഹല്ലേലൂയ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമെങ്കിലും അതിൽ നിന്നൊക്കെയും കർത്താവ് അവനെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. ഇളകാത്ത രാജ്യത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം. നാഥനായ ക്രിസ്തുവിന്റെ സന്നിധിയിലാണെന്ന് ഞാൻ എത്തിയിരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയും. പ്രിയമുള്ളവരെ, കഷ്ടതയോ സങ്കടമോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോമായ എന്തു തന്നെയായിരുന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വചനം സ്നാന സത്യമാണെന്ന് മനസ്സിലാക്കാനിടയായി. എന്നെ ദൈവത്തെ ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ്, ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് അവരെ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുവാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും ഇടയായി. അങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന് ചേരുവാനിടയായി എൻ്റെ സഹോദരങ്ങളോടൊപ്പം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് VR1 ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ കൂട്ടായ്മയിലും എനിക്ക് എത്തിപ്പെടുവാനിടയായത്. അന്ന് മുതൽ അനേക മക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്ന് മുതലുള്ള സഹോദരങ്ങളെ എന്നോടൊപ്പം ഇന്നും ഇവിടെ ഞങ്ങൾക്ക് ഈ തെരുക്കോണുകളിൽ നിന്ന് പാട്ടുപാടുവാനും ട്രാക്റ്റുകൾ വിതരണം ചെയ്യുവാനും പല ഭവനങ്ങളിൽ ചെന്ന് തീയിൽ കിടക്കുന്ന അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാന്, ആത്മഹത്യ വക്കിൽ കഴിയുന്നവരെ നേരെയാക്കുവാന്, രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് വേണ്ടി ആശ്വാസവാക്കുകൾ പറഞ്ഞു കൊടുക്കുവാന്, പ്രാർത്ഥിക്കാനൊക്കെയും ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് എന്നെ ശ്രമിക്കുന്ന സഹോദര സഹോദരി, ഈ ദേശത്ത് എനിക്ക് വിളിച്ചു പറയാനുള്ളത്, എന്നെ പോലെ കഷ്ടതയോ സങ്കടമോ പ്രശ്നങ്ങളോ അനുഭവിക്കുന്നവരാണോ, താങ്കൾ നിരാശയിലാണോ, ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക. നമ്മളെ രക്ഷിക്കാൻ അവിടുന്ന് അല്ലാതെ വേറൊരു ദൈവമില്ല. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു നമ്മളെ രക്ഷിക്കാൻ വീണ്ടും വരും. അവനോടൊപ്പം ആയിരിക്കാൻ, ആ നിത്യരാജ്യത്തിന് അവകാശികളായി ജീവിക്കുവാൻ നിങ്ങളെ ഏകരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതായ ജോൺ ബ്രദറിനോടും സൈമൺ ബ്രദറിനോടും ഇരു കുടുംബങ്ങളോടുമുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. ദൈവം